വാർത്തകളിലേക്ക് വിശദമായി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരായ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ദ്വീപിൽ പൂർണ്ണ സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തി. സുരക്ഷാ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ലെവൽ 2 സെക്യൂരിറ്റി സംവിധാനവും നിലവിൽ വന്നു. കളക്ടർ അസ്കർ അലിക്കെതിരെ പ്രക്ഷോഭം നടത്തിയ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തു. വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങളും പലയിടങ്ങളിലും തടസ്സപ്പെട്ട നിലയിലാണ്. എംപിമാരടക്കം കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അനുമതി തേടിയ സാഹചര്യത്തിലാണ് പ്രവേശനത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകിയാൽ അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചാവും തീരുമാനമെടുക്കുക. നിലവിലുള്ള പെർമിറ്റുകളുടെ കാലാവധി വെട്ടിച്ചുരുക്കി. ദ്വീപുകൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലെവൽ 2 സുരക്ഷാ സംവിധാനം ദ്വീപിൽ ഏർപ്പെടുത്തി. സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തു കണ്ടാലും റിപ്പോർട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. ദ്വീപുകളുടെ പ്രവേശന കവാടങ്ങളിൽ 24 മണിക്കൂർ പരിശോധനയും ഏർപ്പെടുത്തി. സംശയമുള്ള ആരെയും ദേഹപരിശോധന നടത്തും. അനധികൃത നിർമ്മാണങ്ങൾ എന്ന പേരിൽ ദ്വീപുവാസികളുടെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടു. അഗത്തിയിൽ 50 വർഷം പഴക്കമുള്ള നാളികേര ഷെഡുകൾ പൊളിച്ചു നീക്കാൻ ഡെപ്യൂട്ടി കളക്ടർ ഉത്തരവിറക്കി. മത്സ്യബന്ധന ഷെഡുകളടക്കം ഇത്തരത്തിലുള്ള നിരവധി ഷെഡുകളാണ് പൊളിച്ചു നീക്കുന്നത്. കൽപ്പേനിയിൽ നിർമ്മാണത്തിലിരുന്ന ആശുപത്രിയുടേതടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. തുടർ പ്രക്ഷോഭം ചർച്ച ചെയ്യാനായി സേവ് ലക്ഷദ്വീപ് ഫോറം കോർ കമ്മിറ്റി നാളെ ചേരും. കളക്ടർ അസ്കർ അലിക്കെതിരെ പ്രതിഷേധിച്ച കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രക്ഷോഭങ്ങളുടെ ശക്തി കുറയ്ക്കുന്നതിനായി ദ്വീപുകളിലെ ഇന്റർനെറ്റ് വേഗതയും കുത്തനെ കുറച്ചു. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടതായാണ് പരാതി. ന്യൂസ് 18 കൊച്ചി. ലക്ഷദ്വീപിന്റെ പേരിൽ CPM-ഉം കോൺഗ്രസും കാണിക്കുന്ന താൽപര്യം രാഷ്ട്രീയ പ്രേരിതമെന്ന് BJP. ഇത് എല്ലാവരും തിരിച്ചറിയുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും നടത്തുന്നത് വ്യാജ പ്രചാരണങ്ങളെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും പറഞ്ഞു. മാലദ്വീപുകളോടുള്ള താരതമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഈ കാര്യത്തിൽ കാണിക്കുന്ന അമിതാവേശം, ആ അമിതാവേശം രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയല്ലേ എന്നുള്ളത് കൂടി സംശയിക്കാവുന്ന സ്ഥിതിയിലാണ്. ലക്ഷദ്വീപ് വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്നത് തികച്ചും വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളാണ്. ആ വ്യാജ പ്രചരണം നടത്തുന്നത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെയാണ്. ലക്ഷദ്വീപിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താനാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശ്രമിക്കുന്നത്. സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. കൂടുതൽ അപകടകാരിയായ കൊറോണ വൈറസിനെ വിയറ്റ്നാമിൽ കണ്ടെത്തി. ഇന്ത്യൻ വൈറസിന്റെയും ബ്രിട്ടീഷ് വൈറസിന്റെയും സങ്കര ഇനമാണ് പുതിയ വൈറസ്. വായുവിലൂടെ അതിവേഗം പടരുന്നതാണ് പുതിയ വൈറസെന്ന് വിയറ്റ്നാമിലെ ഗവേഷകർ വ്യക്തമാക്കി. ഇന്ത്യയിലും ബ്രിട്ടനിലും കണ്ടെത്തിയ വകഭേദത്തെക്കാൾ ശക്തി കൂടിയതാണ് വിയറ്റ്നാമിലെ പുതിയ ഇനം വൈറസ് എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. രാജ്യത്തെ പ്രധാന നഗരങ്ങളായ ഹനോയ്, ഹോജിമിൻ തുടങ്ങിയ നഗരങ്ങളിൽ 50% കോവിഡ് ബാധിതരിലും പുതിയ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി. 6700 പേരിലാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ കൂടുതൽ പേരിലും വകഭേദം വന്ന വൈറസിനെയാണ് കണ്ടെത്തിയത്. രോഗവ്യാപന ശേഷി കൂടിയ വൈറസാണ് വിയറ്റ്നാമിലേത്. മനുഷ്യരിലെ തൊണ്ടയിലെ സ്രവത്തിലും ഉമിനീരിലുമാണ് വൈറസ് കൂടുതലായുള്ളത്. ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ വായുവിലൂടെ വൈറസ് പടരും. രാജ്യത്ത് ഇതുവരെ മരിച്ചവരിൽ 47 പേരിൽ പുതിയ വൈറസിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് നിഗമനം. മാസ്ക് ധരിക്കുന്നത് തന്നെയാണ് പ്രധാന പ്രതിരോധ മാർഗം. പുതിയ വകഭേദത്തെ ചെറുക്കാൻ ഏത് വാക്സിനാണ് കൂടുതൽ ശേഷിയെന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ പഠനം വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും വീണ്ടും കുറവ്. പ്രതിദിന രോഗികളുടെ എണ്ണം 1,65,000 കുറഞ്ഞു. 3,460 പേരാണ് ഇന്നലെ മരിച്ചത്. ഇതിനിടെ ഹോട്ടലുകളിലെ പഞ്ചനക്ഷത്ര വാക്സിനേഷൻ തടഞ്ഞ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. 46 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് കോവിഡ് വ്യാപനത്തിലും മരണത്തിലും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. തുടർച്ചയായി 4 ദിവസമായി 2 ലക്ഷത്തിൽ താഴെയാണ് പ്രതിദിന വർധന. 1,65,553 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. തൊട്ടുമുമ്പത്തെ ദിവസം ഇത് 1,73,000 ആയിരുന്നു. വെള്ളിയാഴ്ച 3,617 പേരാണ് മരിച്ചതെങ്കിൽ ഇന്നലെ ഇത് 3,460 കുറഞ്ഞു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2.5 കോടിയാണ്. ഇതിൽ 91% പേർക്കും രോഗം ഭേദമായി. ഇതിനിടെയാണ് ഹോട്ടലുകളിലെ പഞ്ചനക്ഷത്ര വാക്സിനേഷൻ തടഞ്ഞുകൊണ്ടുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. മുംബൈ നഗരത്തിലടക്കം ചില പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ താമസക്കാർക്ക് സൗജന്യ വാക്സിൻ വാഗ്ദാനം ചെയ്തിരുന്നു. സ്വകാര്യ ആശുപത്രികളുമായി ചേർന്നായിരുന്നു ഇത്.
ആശുപത്രി ജീവനക്കാർ ഹോട്ടലുകളിലെത്തി വാക്സിൻ നൽകുകയായിരുന്നു. താമസക്കാരല്ലാത്ത ചിലർക്കും വാക്സിൻ നൽകിയിരുന്നു. വൻ തുകയാണ് ഇതിനായി ഈടാക്കിയിരുന്നത്. സർക്കാർ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ, കൂടുതൽ പേർ ജോലി ചെയ്യുന്ന സ്വകാര്യ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് നിലവിൽ വാക്സിനേഷൻ വിതരണത്തിന് അനുമതിയുള്ളത്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കോവിഡ് പ്രതിസന്ധിയെന്ന് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം എല്ലാ ശേഷിയും ഉപയോഗിച്ച് കോവിഡിനെതിരെ പോരാടുകയാണ്. ആരോഗ്യ പ്രവർത്തകർ രാവും പകലും വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നു. ഓക്സിജൻ എക്സ്പ്രസ് ഓടിച്ച വനിതാ ലോക്കോ പൈലറ്റ്മാരെ അടക്കം പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മുന്നണി പോരാളികളുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ആശയവിനിമയം നടത്തി. സംസ്ഥാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കോവിഡ് കാലത്തുണ്ടായ പ്രളയത്തെ നേരിടാനും രാജ്യത്തിന് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. യാസ് ചുഴലിക്കാറ്റിൽ പ്രതിസന്ധി നേരിടുന്നവർക്ക് എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് ലോക്ഡൌൺ ഇളവുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. വ്യവസായ സ്ഥാപനങ്ങൾക്ക് പകുതി ജീവനക്കാരുമായി പ്രവർത്തിക്കാം. ബാങ്കുകളുടെ പ്രവൃത്തി സമയം വൈകിട്ട് 5 മണി വരെ നീട്ടി. തുണി, ചെരുപ്പ്, സ്വർണ്ണക്കടകൾക്കും തുറന്ന് പ്രവർത്തിക്കാം. മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ പിൻവലിച്ചു. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കുറയുന്നത് ആശ്വാസമാണെങ്കിലും പ്രതിദിന കേസുകളുടെ എണ്ണം 24,000-ന് മുകളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഇളവുകളോടെ ലോക്ഡൌൺ നീട്ടാൻ തീരുമാനിച്ചത്. കശുവണ്ടി, കയർ അടക്കമുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് 50% ജീവനക്കാരുമായി നാളെ മുതൽ പ്രവർത്തിക്കാം. ബാങ്കുകളുടെ പ്രവർത്തന സമയം വൈകിട്ട് 5 മണി വരെയാക്കി. നിലവിലിത് 2 മണി വരെയായിരുന്നു. എന്നാൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മാത്രമേ ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കാവൂ. പാഠപുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ, തുണി, ചെരുപ്പ്, സ്വർണ്ണക്കടകൾ എന്നിവയ്ക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാം. കള്ള് ഷാപ്പുകളിൽ നിന്നും പാഴ്സൽ ലഭ്യമാകും. ആക്രിക്കടകൾക്ക് ആഴ്ചയിൽ 2 ദിവസം തുറക്കാൻ അനുമതി. നിയമന ഉത്തരവ് ലഭിച്ചവർക്ക് ഓഫീസിലെത്തി ജോലിയിൽ പ്രവേശിക്കാം. എന്നാൽ അധ്യാപക നിയമനത്തിന് ഉത്തരവ് ലഭിച്ചവർക്ക് സ്കൂൾ തുറക്കുമ്പോഴാണ് അവസരം ലഭിക്കുക. അതേസമയം അന്തർജില്ലാ യാത്രയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരും. ട്രിപ്പിൾ ലോക്ഡൌൺ അവസാനിച്ച മലപ്പുറം ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ നീക്കി. ഇന്ന് രാവിലെ മുതൽ അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ തുറന്നിട്ടുണ്ട്. മറ്റ് ജില്ലകളിലുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് മലപ്പുറത്തും ബാധകം. വരും ദിവസങ്ങളിലെ സാഹചര്യം പരിശോധിച്ച ശേഷം മാത്രമേ ലോക്ഡൌൺ പിൻവലിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കൂ. ഇളവുകൾ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ നാളെ മുതൽ പോലീസ് പരിശോധനയും ശക്തമാക്കും. തിരുവനന്തപുരത്തു നിന്നും SS ശരൺ, ന്യൂസ് 18. CBSE 12ാം ക്ലാസ് പരീക്ഷ ഒഴിവാക്കിയേക്കും. 9, 10, 11 ക്ലാസുകളിലെ മാർക്കുകൾ പരിഗണിച്ച് സ്കോർ നൽകാനാണ് ആലോചന. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടായേക്കും. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് പരീക്ഷകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. കോവിഡിനെ തുടർന്ന് ട്രെയിനുകൾ റദ്ദാക്കിയ നടപടി ദക്ഷിണ റെയിൽവേ ദീർഘിപ്പിച്ചു. കൊച്ചുവേളി എക്സ്പ്രസ്, തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, MGR ചെന്നൈ എക്സ്പ്രസ്, MGR ചെന്നൈ സൂപ്പർഫാസ്റ്റ്, എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എന്നിവ റദ്ദാക്കിയ നടപടിയാണ് ദീർഘിപ്പിച്ചത്. യാത്രക്കാരുടെ കുറവിനെ തുടർന്നാണ് തീരുമാനം. കോവിഡ് കാലത്ത് അവശ്യ വസ്തുവായ സാനിറ്റൈസർ വിപണിയിൽ പകൽക്കൊള്ള. 1/2 ലിറ്റർ സാനിറ്റൈസറിന് ഹോൾസെയിൽ വില 98 രൂപ മാത്രമുള്ളപ്പോഴാണ് പൊതുവിപണിയിൽ 230 രൂപയ്ക്ക് വിൽപ്പന നടക്കുന്നത്. കൂടുതൽ വാങ്ങാമെന്ന സർക്കാർ നിർദ്ദേശം കൂടിയായതോടെ സാനിറ്റൈസർ വിപണിയിൽ നടക്കുന്നത് പകൽക്കൊള്ളയാണ്. മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും കൂടിയ വിലക്ക് ഇവ വിൽക്കുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാനിറ്റൈസർ നിർമ്മാണത്തിൽ അസംസ്കൃത വസ്തുവായ എഥനോൾ ലിറ്ററിന് 180 രൂപയ്ക്കാണ് ഹോൾസെയിൽ മാർക്കറ്റിൽ വിൽക്കുന്നത്. 100 മില്ലിഗ്രാം സാനിറ്റൈസറിന് ഹോൾസെയിൽ വില GST അടക്കം 22 രൂപയേ വരുന്നുള്ളൂ. അതായത് നികുതിയടക്കം ലിറ്ററിന് 220 രൂപ. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇവയുടെ വിതരണം. എന്നാൽ സർക്കാർ പറയുന്ന നിരക്കനുസരിച്ച് 1/2 ലിറ്റർ സാനിറ്റൈസറിന് തന്നെ 230 രൂപ നൽകണം. ഡീലർമാർക്ക് കൊടുക്കുന്നത് 22 രൂപയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിയും, ടാക്സ് അടക്കം. അത് ഡീലർ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ 50 രൂപയ്ക്ക് സുഖമായിട്ട് എത്താൻ കഴിയും. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ജനങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് സർക്കാർ ഈ 50 രൂപേൻ്റെ സാധനം 66 ആക്കിയത് എന്താണെന്നുള്ളത് അതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും അറിയാൻ മാത്രം എനിക്കറിയില്ല.
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള അവശ്യവസ്തുക്കൾക്ക് അമിതവില ഈടാക്കുന്നു എന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് വിപണിയിലെ സർക്കാർ ഇടപെടൽ. എന്നാൽ സർക്കാർ തന്നെ അമിതവില അടിസ്ഥാന വിലയായി നിശ്ചയിച്ചതും വരും ദിവസങ്ങളിൽ വില വർദ്ധിപ്പിക്കാമെന്ന സൂചന നൽകിയതും അമ്പരപ്പുണ്ടാക്കിയെന്ന് മൊത്തവ്യാപാരികൾ പറയുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. കാലവർഷം എത്താൻ വൈകിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 3 മാത്രമേ കാലവർഷം എത്തുകയുള്ളൂവെന്നാണ് അറിയിപ്പ്. നാളെ മുതൽ കാലവർഷം തുടങ്ങുമെന്നായിരുന്നു മുൻ പ്രവചനം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഈ ന്യൂനമർദ്ദങ്ങളുടെ സാന്നിധ്യം 2 ചുഴലിക്കാറ്റുകൾ വന്നുപോയി. അതുകൊണ്ട് തന്നെ കാലവർഷം നേരത്തെ വരും, ഒരു ദിവസമെങ്കിലും നേരത്തെ വരുമെന്നായിരുന്നു പ്രവചനം. ഇപ്പോൾ അത് നീളുമെന്ന് പറയുന്നു. എന്നത്തേക്കാണ് പുതിയ പ്രവചനം പറയുന്നത്? അതിന്റെ കാരണങ്ങൾ എന്താണ്? തീർച്ചയായും 2 ചുഴലിക്കാറ്റുകൾ, അതും ബംഗാൾ ഉൾക്കടലിൽ ഒരു ചുഴലിക്കാറ്റ്, അറബിക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. ഈ 2 ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിച്ചിരുന്നു. കാലവർഷത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മാലിദ്വീപിലാവട്ടെ ശ്രീലങ്കയിലാവട്ടെ കൃത്യസമയത്ത് തന്നെ കാലവർഷം എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്നലെ മുതൽ കാറ്റിൽ അനുകൂല സാഹചര്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതായത് നേരത്തെ അറിയിച്ചത് പ്രകാരമാണെങ്കിൽ നാളെ തന്നെ മൺസൂൺ കാറ്റ് കേരളത്തിൽ എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ജൂൺ 1 തീയതിക്ക് ശേഷം മാത്രമേ കാറ്റ് വീണ്ടും സജീവമാകൂ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 തീയതിയോടുകൂടി മാത്രമേ സംസ്ഥാനത്ത് കാലവർഷം എത്തുകയുള്ളൂ എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ സംസ്ഥാനത്ത് ശക്തമാകും. നാളെ തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഉയർന്ന തിരമാല മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. കൊതുക് നശീകരണത്തിനുൾപ്പെടെ കോർപ്പറേഷൻ വിപുലമായ പദ്ധതികൾ നടപ്പാക്കും. ന്യൂസ് 18-ലെ മഴയൊരുക്കം മേയർ പറയട്ടെ എന്ന പരിപാടിയിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ. അത് ഓൾഡ് KSEBയുടെ അടുത്തായിട്ട് അങ്ങനെ എന്തെങ്കിലും അല്ല, റെസിഡൻസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെസിഡൻസിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും? വീടിനടുത്തേക്ക് ഒഴുകിയെത്തുന്ന മഴവെള്ളവും മാലിന്യങ്ങളുമായിരുന്നു പ്രേക്ഷകർ ഉന്നയിച്ച പ്രധാന വിഷയം. മഴ പെയ്താൽ പുഴയായി മാറുന്ന തമ്പാനൂരിനെ കുറിച്ചും മേയർ മറുപടി നൽകി. തമ്പാനൂർ, അതായത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗം. എന്നാൽ ഒരു മഴ പെയ്താൽ ഇവിടം നരകമാണെന്ന് നാട്ടുകാർ പറയും. ഒരു നേതാക്കളും വന്ന് വോട്ട് സമയത്ത് വരും, വോട്ടിടണേന്ന് പറയും, ഞങ്ങൾ പോയി വോട്ടിടും. പക്ഷേ ഇതുപോലെ വെള്ളം വരുമ്പോഴത്തേക്കും അവർ വരും, ഞങ്ങളെ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകും, ഭക്ഷണം തരും, ഒന്നി പൊതിഞ്ഞ് തരും, അല്ലെങ്കിൽ ഉരുളിയിലിട്ട് വേവിച്ച് പറക്കൊക്കെ തരും, ഞങ്ങൾ കഴിക്കും. എന്ന് ചെളിയാണെങ്കിൽ ചെളി, അല്ലാത്ത തറയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ കൂട്ടണം. ഇനിയിപ്പോൾ തന്നെ ഈ മാസത്തിൽ ഞങ്ങൾ 4 വെള്ളപ്പൊക്കത്തിന് സ്കൂളിൽ പോയി. മേയറായി ചുമതലയെടുത്ത് വരുന്ന സമയത്ത് തന്നെ ഭരണസമിതി എന്നുള്ള നിലയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കോർഡിനേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. അവരുടെ കൂടി അഭിപ്രായം തേടിയിട്ടുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമായി തന്നെ കാണുന്നു. വെള്ളക്കെട്ടും മഴക്കാലപൂർവ്വ സജ്ജീകരണങ്ങളും ചർച്ച ചെയ്യാൻ ഇതിനകം 4 തവണ വിവിധ വകുപ്പുകൾ യോഗം ചേർന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയുള്ള പിന്തുണ മാലിന്യ ശേഖരണത്തിനും സംസ്കരണത്തിനും ആവശ്യമാണ്. മഴക്കാലത്ത് കൊതുക് പെരുകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള ഒരുക്കം ചർച്ച ചെയ്യാൻ 1 തീയതി കൗൺസിൽ യോഗം ചേരും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വസ്തു വാങ്ങിയ ശേഷം ഉടമസ്ഥർ പരിപാലിക്കാത്തതിനാൽ കാടുപിടിച്ചും മാലിന്യങ്ങൾ നിറഞ്ഞും കിടക്കുന്ന സംഭവങ്ങൾ പ്രേക്ഷകർ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉടമസ്ഥർക്ക് നോട്ടീസ് നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് മേയർ ഉറപ്പു നൽകി. പ്രേക്ഷകരുടെ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഇവ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ ന്യൂസ് 18-ലൂടെ തന്നെ ജനങ്ങളെ അറിയിക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ഉറപ്പു നൽകി. ഇപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ള പരാതികൾ ഫോളോ അപ്പ് ചെയ്തതിനു ശേഷം ന്യൂസ് 18-ൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇത്തരം പരിപാടികളിൽ ക്ഷണിച്ചതിനും അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഇതിനും നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കാലവർഷം ആരംഭിക്കാനിരിക്കെ കനത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കുട്ടനാട്. താഴ്ന്ന പ്രദേശങ്ങൾ വേനൽ മഴയെ തുടർന്ന് ഇപ്പോൾ തന്നെ വെള്ളത്തിലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 112% അധികം വേനൽ മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ ലഭിച്ചത്. വേനൽ മഴയുണ്ടെങ്കിലും പൊതുവെ വരണ്ട ഭൂമിയിലേക്കാണ് കുട്ടനാട്ടിൽ സാധാരണ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ പെയ്തിറങ്ങുക. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ കനത്ത വേനൽമഴ മൂലം നിലവിൽ വെള്ളത്തിലാണ്. മാർച്ച് 1 മുതൽ മെയ് 28 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ
112% അധിക മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. മുൻവർഷം ഇത് വെറും 15% മാത്രമായിരുന്നു. 406.9 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് ജില്ലയിൽ പെയ്തത് 863.3 മില്ലിമീറ്റർ മഴ. ഏറ്റവും ഒടുവിലത്തെ കണക്കായ മെയ് 20 മുതൽ 26 വരെയുള്ള മഴയുടെ തോത് 135.1 മില്ലിമീറ്ററാണ്. 65 മില്ലിമീറ്റർ ലഭിക്കേണ്ടിടത്താണ് ഇത്. കിഴക്കൻ വെള്ളത്തിന്റെ കണക്ക് കൂടിയാകുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. അവസാന 3 മാസത്തെ കണക്കെടുത്താൽ 1339.6 മില്ലിമീറ്റർ മഴ പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചു. അതായത് 190% അധിക മഴ. ഇതിൽ ഭൂരിഭാഗവും ഒഴുകിയിറങ്ങുന്നത് കുട്ടനാട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇനി പെയ്യാനിരിക്കുന്ന ഓരോ തുള്ളിയും കുട്ടനാടിനെ കൂടുതൽ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുമെന്നുറപ്പ്. കനത്ത മഴയുണ്ടായിട്ടും വൈകി 150 ദിവസം കഴിഞ്ഞ് തുറന്ന തണ്ണീർമുക്കം ബണ്ടും കടലാക്രമണം ഏറെ ശക്തമായി നിലനിൽക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയും എത്രമാത്രം ജലം പുറന്തള്ളുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. തുടർ പ്രളയങ്ങളും കോവിഡും ദുരിതത്തിലാക്കിയ കുട്ടനാട്ടുകാർ ഇനിയൊരു ദുരന്തമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ്. വീടിനകത്ത് വെള്ളം കയറി, പിന്നെ എങ്ങനെ ജീവിക്കുമെന്നും പണിയില്ല, ഒന്നുമില്ല, ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പോയി മറ്റിടത്ത് താമസിക്കാൻ ഒക്കും? അപ്പോൾ അസുഖമൊക്കെ അല്ലേ, അതുകൊണ്ടൊരു പേടി. 2018 പ്രളയ സമാനമായ സാഹചര്യങ്ങൾ പോലെ തന്നെ കണക്കിലെടുത്തു വേണം ഇത്തവണയും കുട്ടനാടിനായി സജ്ജമാകണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിനും വിവിധ വകുപ്പുകൾക്കും സർക്കാർ നൽകിയിട്ടുള്ളത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ്. ലൈഫ് മിഷൻ സിഇഒ പദവിയിൽ നിന്ന് UV ജോസ് നാളെ വിരമിക്കും. വേദനയോടെയാണ് പടിയിറങ്ങുന്നത് UV ജോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഔദ്യോഗിക ജീവിതത്തെയും വ്യക്തിജീവിതത്തെയും ലൈഫ് മിഷൻ വിവാദം പിടിച്ചുകുലുക്കി. മാധ്യമവേട്ടയും തെളിവെടുപ്പും കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കിയെന്നും തെറ്റ് ചെയ്യാത്തതിനാൽ വെല്ലുവിളി നേരിട്ടതായും UV ജോസ് ഫേസ്ബുക്കിൽ പറയുന്നു. VS അനു വിവരങ്ങളുമായി ചേരുകയാണ്. അനു, സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്ടിന്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം. പടിയിറങ്ങുമ്പോൾ വേദനയോടെയാണ് പടിയിറങ്ങുന്നത് എന്ന കുറിപ്പാണ് ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങളെ വിശദീകരിക്കുന്നത്? അദ്ദേഹം ആ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നേരിട്ടതിനെ കുറിച്ച്. രേണുക, ലൈഫ് മിഷന്റെ സിഇഒ സ്ഥാനത്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം നാളെ അദ്ദേഹം വിരമിക്കുകയാണ്. ഇതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തത്. ഇതിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ലൈഫ് മിഷൻ സിഇഒ, അതായത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായ ലൈഫ് മിഷൻ അതിനെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷെ പിന്നീട് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കരാർ, ആ കരാറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചിലർ നടത്തിയ നീക്കങ്ങൾ എന്നാണ് അദ്ദേഹം ഈ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ ഈ വിജിലൻസ് കേസുമായി, ഈ ലൈഫ് മിഷന്റെ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്തപ്പോൾ ശിവശങ്കറാണ് ഇത്തരത്തിൽ MOU അടക്കം സൈൻ ചെയ്ത് തനിക്ക് ബന്ധമില്ല എന്ന് അദ്ദേഹം മൊഴി നൽകിയിരുന്നു. ഒരുപക്ഷെ ശിവശങ്കറിന്റെ പങ്കിനെ കുറിച്ചായിരിക്കും അദ്ദേഹം ആ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ പിന്നീട് നിരന്തരം വേട്ടയാടലുകൾ അത് മാധ്യമങ്ങളുടെ ഭാഗത്ത് നടക്കം ഉണ്ടായി. വളരെ വേദനയോടുകൂടിയാണ് തന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹം മിഠായി തെരുവ് പുനരുദ്ധാരണം അടക്കമുള്ള വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്തി ഏറ്റവും ഒടുവിലാണ് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തനിക്ക് പങ്കില്ല എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, VS അനു ആണ് വിവരങ്ങൾ നൽകിയത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണത്തിലെ ഹൈക്കോടതി വിധിയിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അവ്യക്തതയെന്ന സൂചന. കോടതി വിധി നടപ്പാക്കുമെന്ന മന്ത്രി MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നാലെ മുസ്ലിം വിഭാഗം അനർഹമായ നേട്ടം കൊയ്യുന്നില്ലെന്ന പ്രതികരണവുമായി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി രംഗത്തെത്തി. കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് BJPയും ആരോപിച്ചു. ഇത് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളും നടപ്പാക്കി വന്ന ഒന്നായിരുന്നു ഇത്. ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അതിൻ്റെ വിവിധ വശങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പഠനത്തിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. കോടതി വിധി വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും വിഷയത്തിൽ എന്ത് നിലപാടെന്ന് വ്യക്തത വരുത്താൻ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വിവിധ വിഭാഗങ്ങൾ തന്നെ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതിനാൽ വിഷയം അതിസങ്കീർണമാണ്.
കോടതി വിധി നടപ്പിലാക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ പറയുമ്പോഴും മുസ്ലിം വിഭാഗം സ്കോളർഷിപ്പിലൂടെ അനർഹമായ നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നതാണ് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ നിലപാട്. കോടതി വിധി നടപ്പാക്കുന്നതിൽ സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് BJP ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനം തെരഞ്ഞെടുപ്പിൽ CPM മുന്നണിയെ പിന്തുണച്ച ഭീകരവാദികളുടെയും അതോടൊപ്പം വോട്ട് ബാങ്കുകളുടെയും താൽപര്യം സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. വളരെ വലിയ ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി കാണിക്കുന്നത്. ശബരിമല വിഷയത്തിൽ കോടതി വിധി വന്ന ഉടനെ വിധി നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് ഈ ഗവൺമെന്റ്. പിണറായി വിജയൻ അന്ന് ഒരു പരിശോധനയുമില്ലാതെ വിധി നടപ്പാക്കാൻ ശ്രമിച്ചു. അന്ന് പറഞ്ഞ ന്യായം കോടതി വിധിയാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് അത് നടപ്പാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി വിധിയുടെ കാര്യത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് സമയമായിട്ടില്ല, പഠിച്ചിട്ടില്ല, ഇനിയും പഠിക്കണം എന്നൊക്കെയാണ്. കോടതി വിധിയിൽ നിലപാടെടുക്കുന്നതിൽ UDFിലും അവ്യക്തതയുണ്ട്. വിധിക്കെതിരെ അപ്പീൽ പോകണമെന്ന മുസ്ലിം ലീഗ് നിലപാടിന് കോൺഗ്രസ് പിന്തുണ നൽകിയിട്ടില്ല. ബന്ധപ്പെട്ടവരെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. വിഷയത്തിൽ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ സാവകാശം തുടർ നടപടിയിലേക്ക് നീങ്ങാമെന്നതാണ് സർക്കാർ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. CI കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെ കാണാതായ എറണാകുളം ഹാർബർ പോലീസ് സ്റ്റേഷനിലെ ASI മടങ്ങിയെത്തി. കടുത്ത മാനസിക സംഘർഷമാണ് നാടുവിടാൻ കാരണമെന്ന് ASI ഉത്തം കുമാർ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ നിന്നിറങ്ങിയ ഉത്തം കുമാറിനെ കാണാനില്ലെന്ന് കാട്ടി ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇയാളെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. സഞ്ജീവനി ക്യാമ്പയിൻ. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ ആദിവാസി കോളനിയിലും വാക്സിനേഷൻ പൂർത്തിയായി. ഉൾവനത്തിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന ആദിവാസി ഊരുകളിൽ റെക്കോർഡ് വേഗത്തിലാണ് വാക്സിനേഷൻ പൂർത്തിയാക്കിയത്. വാക്സിൻ ലഭിക്കാൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിലും ആദിവാസികൾക്കായി ഓരോ കുടിയിലും സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമൊരുക്കി വാക്സിനേഷൻ നടപടികൾ കൂടുതൽ സുതാര്യമാക്കുകയായിരുന്നു. 3000-ഓളം വരുന്ന ആദിവാസികൾക്കാണ് വാക്സിനേഷൻ പൂർത്തീകരിച്ചത്. മുഴുവൻ ആദിവാസികൾക്കും വാക്സിൻ വീടുകളിലെത്തിച്ചു നൽകിയ ആദ്യ പഞ്ചായത്തായി കുട്ടമ്പുഴ മാറിയത് രാജ്യത്തിന് തന്നെ മാതൃകയായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NK കുട്ടപ്പൻ പറഞ്ഞു. മറ്റുള്ള ജില്ലകളിൽ ട്രൈബൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിലും നല്ല ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ രീതിയിൽ ഒരു ട്രൈബ് വാക്സ് എന്ന രീതിയിൽ പ്രോഗ്രാം തന്നെ പേരിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഏക ജില്ല എറണാകുളം ജില്ല ആയിരിക്കും. അപ്പോൾ സംസ്ഥാന തലത്തിലൊക്കെ ഇത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. വന്യജീവി ശല്യമുള്ള ദുർഘടമായ വനപാതയിലൂടെ ഉൾവനത്തിലെത്തി വാക്സിനേഷൻ നൽകാനും ഊരിലുള്ളവരെ ബോധവൽക്കരിക്കാനും ആരോഗ്യവകുപ്പിന് സാധിച്ചു. എന്നാൽ ചിലർ വാക്സിൻ എടുക്കാൻ തയ്യാറാകാത്തതും ഉദ്യോഗസ്ഥരെ വലച്ചു. കൂടുതലായും സ്ത്രീകളാണ് വാക്സിൻ എടുക്കാൻ മുന്നോട്ട് വന്നത്. കോവിഡ് വ്യാപനം കൂടുതലായിട്ടുള്ള തേര ആദിവാസി കോളനിയിൽ മറ്റൊരു ദിവസം വാക്സിൻ കുത്തിവയ്പ് നടത്തുമെന്ന് ഡോക്ടർ ശിവദാസ് പറഞ്ഞു. ചില ആൾക്കാർക്ക് മാത്രം വാക്സിൻ എന്നുള്ള അല്ലെങ്കിൽ കുത്തിവയ്പ്പിന് പേടിയാണ്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ, 1-2 പേരെല്ലാം നമ്മുടെ ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അവരെ അടുത്ത മോപ്പപ്പ് റൗണ്ടിൽ നമ്മൾ അവരെ കൂടി വാക്സിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ന്യൂസ് 18 കുട്ടമ്പുഴ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചതോടെ വികസന പ്രതീക്ഷയിൽ ബേപ്പൂർ തുറമുഖം. തുറമുഖത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ 60 കോടി രൂപ ചെലവഴിക്കുമെന്നാണ് പ്രഖ്യാപനം. ബേപ്പൂരിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു. തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് 60 കോടി. ആദ്യഘട്ട തുറമുഖ വാർബേസിനും കപ്പൽച്ചാലിനും ആഴം കൂട്ടുവാനായി ക്യാപിറ്റൽ ഡ്രഡ്ജിംഗ് നടത്താനാണ് ലക്ഷ്യമിടുന്നത്. രണ്ടാം ഘട്ടമായി 150 മീറ്റർ നീളത്തിൽ പുതിയ സീബർത്ത് നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നു. ആഴം കൂട്ടുന്നതോടെ വലിയ ചരക്ക് കപ്പലുകൾ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ലക്ഷദ്വീപ് നിവാസികളുടെ ആശ്രയ കേന്ദ്രവും ഏറ്റവും തിരക്കേറിയ ചെറുകിട തുറമുഖവുമായ ബേപ്പൂർ കഴിഞ്ഞ കുറേ കാലമായി അവഗണനയുടെ നടുവിലാണ്. എന്നാൽ അവഗണനകളെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് സ്ഥലം MLAയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആ തുറമുഖത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവഗണന അതൊരു യാഥാർത്ഥ്യമാണ്. ബേപ്പൂർ തുറമുഖത്തെ അവഗണിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനോട് നമ്മൾ മുമ്പ് 2 തവണ ശ്രദ്ധപ്പെടുത്തിയാണ്. അവഗണന മാറ്റി അർഹമായത് ബേപ്പൂർ തുറമുഖത്തിന് ലഭിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. കഴിഞ്ഞ 3 വർഷത്തിനിടെ 26 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തിയാക്കാനായെങ്കിലും ഇവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. സ്പോർട്സ്.
ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ചെൽസിക്ക്. എതിരില്ലാത്ത ഒരു ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയാണ് ചെൽസിയുടെ കിരീട നേട്ടം. Chelsea, champions of Europe, the kings of Europe once again for the second time. എസ്റ്റാഡിയോഡോ ഡ്രാഗോവോയിൽ ചെൽസി താരങ്ങളുടെ സന്തോഷ കണ്ണീർ. കന്നി കിരീടമെന്ന സിറ്റിയുടെ മോഹം തല്ലിക്കെടുത്തി ചെൽസി ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. A moment to savor. Chelsea, UEFA Champions League winners 2021. 43-ാം മിനിറ്റിൽ കായ് ഹാവെർട്സ് ആണ് ചെൽസിയുടെ വിജയഗോൾ നേടിയത്. മാസൺ മൗണ്ടിന്റെ ത്രൂ പാസിൽ പിറന്ന ഗോൾ. He was one who really sparkled at Leicester initially. Ederson off his line. Havertz. Chelsea in front. ചാമ്പ്യൻസ് ലീഗിൽ കായ് ഹാവെർട്സിന്റെ ആദ്യ ഗോൾ ചെൽസിയുടെ രണ്ടാം കിരീട നേട്ടവും. ഇതിനു മുമ്പ് 2 വട്ടം ഫൈനൽ കളിച്ച ചെൽസി 2012 ജേതാക്കളായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലീഗ് കപ്പും നേടിയ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ചാമ്പ്യൻസ് ലീഗും നേടി ഹാട്രിക് തികയ്ക്കാനായില്ല. എല്ലാ കിരീടവും നേടിക്കൊടുത്ത പരിശീലകൻ എന്ന നേട്ടം പെപ് ഗാർഡിയോളയ്ക്കും സ്വന്തമാക്കാനായില്ല. അതേസമയം കഴിഞ്ഞ സീസണിൽ PSG പരിശീലകനായി ഫൈനലിൽ തോൽവിയറിഞ്ഞ തോമസ് ടൂഹൽ ഇത്തവണ ചെൽസിക്കായി വിജയക്കൊടി നാട്ടി. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകളും മികച്ച ആക്രമണമാണ് പുറത്തെടുത്തത്. അവസരങ്ങൾ കൂടുതൽ ലഭിച്ചത് സിറ്റിക്കാണെങ്കിലും ചെൽസിയുടെ പ്രതിരോധം ഭേദിക്കാനായില്ല. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. കോവിഡ് മഹാമാരി വലിയ ആശങ്ക പരത്തി വ്യാപിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കാം. നമുക്കൊരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾക്ക് മലയാളം.news18.com സന്ദർശിക്കുക.